അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ രീതിയിൽ മുഖ്യമന്ത്രി ലീഗിനെയോ അല്ലെങ്കിൽ ലീഗ് മുഖ്യമന്ത്രിയോ ഒന്നും വിമർശിച്ചോ അത്തരം പ്രസ്താവനകൾ ഇറക്കിയോ ഒന്നും കണ്ടിട്ടില്ല. വളരെ പെട്ടെന്ന് ലീഗ് എങ്ങനെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ, CPM-ന് മുന്നിൽ എങ്ങനെ ലീഗ് മോശക്കാരായി, കൂടെ പോരുകയില്ല എന്ന് തിരിച്ചറിഞ്ഞതിലുള്ള നിരാശയാണെന്ന് ലീഗ് പറയുമ്പോൾ എങ്ങനെയാണ് അത്ര പെട്ടെന്ന് CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ബ്ലാക്ക് ലിസ്റ്റിൽ ലീഗ് പെട്ടതെന്നാണ് കരുതുന്നത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നല്ല പാർട്ടിയായിട്ടാണ് CPM കണ്ടിരുന്നത്. സഖാവ് പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ള നേതാക്കന്മാരൊക്കെ ലീഗ് വർഗീയ പാർട്ടിയല്ല, ലീഗ് ഒരു മതേതരത്വ പാർട്ടിയാണ് എന്ന രൂപത്തിൽ ഒരുപാട് പ്രസ്താവനകളൊക്കെ നമ്മൾ ഇറക്കിയത് കണ്ടതാണ്. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിൽ ലീഗിന്റെ മുഖം വികൃതമായിരിക്കുന്നു, SDPI-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഒക്കെ മുസ്ലിം ലീഗ് കൂട്ടുകൂടിയിരിക്കുന്നു, ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമാണ്, SDPI-യുടെ മുഖമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ എത്ര പ്രാവശ്യം CPM-ഉമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോഴും ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്ലേ? ഇപ്പൊ നമുക്കറിയാലോ, പൊന്നാണിയിൽ അബ്ദുൽ നാസർ മഅദനിയെ കാത്തിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം കുറ്റിപ്പുറത്ത് ഒരു സ്റ്റേജിലേക്ക് നാസർ മഅദനി വരാൻ വേണ്ടി വൈകിയപ്പോ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിനെതിരെ UDF-നെതിരെ ഉള്ള ഒരു ET മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ പത്തനംതിട്ടയിലെ മുനിസിപ്പാലിറ്റിയിൽ, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ മറ്റൊരു പഞ്ചായത്തിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാവൂരില്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും, പറപ്പൂർ പഞ്ചായത്തിൽ SDPI-യുടെ വോട്ടോട് കൂടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായ ആളുകളെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാലോ, ഈ തെരഞ്ഞെടുപ്പിൽ SDPI-ക്കാരും UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. ചങ്കൂറ്റത്തോടുകൂടി പ്രതിപക്ഷ നേതാവും UDF നേതാക്കന്മാരും പറഞ്ഞത് SDPI-യുടെ രാഷ്ട്രീയ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്നാ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയപ്പോഴോ SDPI പിന്തുണ നൽകിയപ്പോഴോ ഒരിക്കലെങ്കിലും CPM-ന് അങ്ങനെ ഒരു സംസാരിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നമുക്കറിയാലോ, ഏതൊക്കെ കാലം ഇവരെ കൂടിയ ഇതൊക്കെ മതേതരത്വ പാർട്ടിയാണ്. ഇവരെ എതിർത്താൽ അപ്പോൾ വർഗീയ പാർട്ടിയാവുക. SDPI ഇവർക്ക് വർഗീയ ആയിരുന്നില്ല ഒരു കാലത്ത്. ജമാഅത്തെ ഇസ്ലാമി പല കാലഘട്ടത്തിലും അവരുമായി കൂട്ടുകൂടിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ദേശാഭിമാനിയിലെ ഒരു വാർത്ത, ഒരു 1996 വന്ന ഒരു സംഭവം, അത് അവരുടെ എഡിറ്റോറിയൽ എഴുതിയതാ. ആ എഡിറ്റോറിയലിൽ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, 1996 അന്ന് 1996 ഏപ്രിൽ മാസം 22-ാം തീയതി തിങ്കളാഴ്ച, അന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ്. ഇപ്പൊ സൂം ചെയ്ത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അന്ന് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ചില ക്രൈസ്തവ സംഘടനകളും ഒക്കെ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ അത് വളരെ നല്ല തീരുമാനമായി, ജമാഅത്തെ ഇസ്ലാമി എടുത്ത തീരുമാനം വളരെ കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ എഡിറ്റോറിയൽ പാർട്ടി എഴുതിയതാണ്. ഞങ്ങൾക്ക് SDPI പിന്തുണ പ്രഖ്യാപിച്ചപ്പോ ഞങ്ങൾ നിങ്ങളെ രാഷ്ട്രീയ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ മുഖം വികൃതമാകുന്നു. പല സ്ഥലത്തും ഇപ്പൊ നമുക്കറിയല്ലോ, ഇവർ എന്ത് ചെയ്തപ്പോ BJP-ക്കെതിരായിട്ട് വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. 1977 നമ്മൾ കണ്ടതല്ലേ, ഈ കേരളത്തിൽ രാജഗോപാൽ മത്സരിച്ചു, KG മാരാർ മത്സരിച്ചു, അതുപോലെ തന്നെ പിണറായി വിജയൻ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചു. പാലക്കാട് സീറ്റിൽ വന്നിട്ട് ശിവദാസ മേനോന് വേണ്ടിയിട്ട് ലാൽകൃഷ്ണ അദ്വാനി വന്നു. അന്ന് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ സീറ്റിൽ വരെ RSS-കാരെ മത്സരിച്ചു. ആരുടെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി ജനസംഘത്തിന്റെ ദ്വയാംഗ മെമ്പർഷിപ്പ് ഉണ്ടായ ജനതാ പാർട്ടിയിലും RSS-ലും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ജനസംഘത്തിന്റെ ആളുകളെ മത്സരിച്ചു. 89-ൽ VP സിംഗും ഇവരും കൂടിയിട്ടല്ലേ അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ 82 സീറ്റിൽ 84-ൽ ഇന്ദിരാഗാന്ധി മരിച്ചു വീണ ആ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ ഒതുക്കിയ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ 89-ൽ 86 പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന്റെ ഒന്നാമത്തെ പ്രതി CPM അല്ലേ? VP സിംഗിന്റെ കൂടെ കൂടിയിട്ടല്ലേ അവർ ഈ പണിയൊക്കെ ചെയ്തത്. ഇപ്പോൾ പറയുന്നത് 4 വോട്ട് കിട്ടാൻ ആരുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്ത പാർട്ടിയാണ് ലീഗ് എന്നാണ്. നിങ്ങൾ ന്യൂനപക്ഷ മതേതര വോട്ടുകൾ UDF-ന് അനുകൂലമായി എങ്ങനെ മോദിപ്പേടിയിൽ
കോൺഗ്രസും ലീഗും ചേർന്ന് വർഗീയ ധ്രുവീകരണം നടത്തി, പ്രത്യേകിച്ച് മലബാറിൽ ആ രീതിയിൽ വോട്ടുകൾ മറിഞ്ഞു, അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് പരിഹസിക്കുന്നത്. ഒരു വർഗീയ ധ്രുവീകരണം നിങ്ങൾക്കറിയല്ലോ. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ പൊന്നാനി നിയോജക മണ്ഡലം എന്ന് പറഞ്ഞ ഏകദേശം 10-60% മുസ്ലിങ്ങളുള്ളൂ, ബാക്കി 40% മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളാ. മലപ്പുറത്തും ഏകദേശം അങ്ങനെ തന്നെ. ഇവിടെയുള്ള ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ മുസ്ലിം ലീഗിന്റെ കോണി അടയാളത്തിൽ വരാനുള്ള കാരണം എന്താണ്? മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് മറ്റുള്ള ആളുകൾക്ക് തോന്നിയാൽ ET മുഹമ്മദ് ബഷീർ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഭൂരിപക്ഷം 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ET ജയിച്ചത്. 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നമുക്കറിയാം അബ്ദുൾ സമദ് സമദാനി ജയിച്ചത്. ഇങ്ങനെ വർഗീയ നിലപാടുകൾ എടുക്കുന്ന അപ്പൊ നിങ്ങൾക്കറിയില്ലേ വടകര എന്താ സംഭവിച്ചത്? വടകര തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു പ്രത്യേക സ്ക്രീൻഷോട്ട് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരികയാണ്. എന്താണ്? കാഫിർ ഷാഫി 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനല്ലേ, ശൈലജ ടീച്ചർ കാഫിറല്ലേ, എങ്ങനെയാണ് ഒരു മുസൽമാന് ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് MSFന്റെ ജില്ലാ ഭാരവാഹിയുടെ പേരിൽ ഒരു കള്ള സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഒരു സഖാക്കളുടെയും അതുപോലെ തന്നെ KK ലതിക എന്ന് പറയുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയും മുൻ CPMന്റെ MLAയുമായ ഒരു CPM നേതാവ് അടുത്ത ദിവസം വരെ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാണ്. ആരാ ഇവിടെ വർഗീയത ഇളക്കിയത്? CPMന്റെ കയ്യിലല്ലേ സൈബർ വിങ് ഉള്ളത്? CPMന്റെ കയ്യിലല്ലേ ഇവിടെ പോലീസ് ഉള്ളത്? അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ MSFന്റെ നേതാവ് പരാതി കൊടുത്തില്ലേ? കേരള ഹൈക്കോടതിയിൽ കേസ് വരുന്നത് വരെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയോ പോലീസ്? ഗത്യന്തരമില്ലാതെ ഹൈക്കോടതിയിൽ പറഞ്ഞത് MSFന്റെ നേതാവിന് ഈ സ്ക്രീൻഷോട്ടുമായി ഒരു പങ്കുമില്ല. ഒരു നാടിനെ കത്തിക്കാൻ, വർഗീയമായി ധ്രുവീകരണം ഉണ്ടാക്കാൻ, 2 വിഭാഗം ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ, 4 വോട്ടിന് വേണ്ടി ഇത്രമാത്രം നീചമായ വർഗീയ രാഷ്ട്രീയം കളിച്ച ഒരു പാർട്ടി കേരളത്തിൽ BJPയെ പോലെ CPM അല്ലാതെ വേറെ പാർട്ടി ഉണ്ടോ? എന്നിട്ട് എന്താ ഇപ്പം മിണ്ടാത്തത്? എന്താ അന്വേഷണം നടത്താത്തത്? എന്താ പോലീസ് നടപടിയെടുക്കാത്തത്? ആരാണിത്? ഇറക്കിയ ഒരാളുണ്ടാവുമല്ലോ. ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ അതിന്റെ അഡ്മിനെ പിടിച്ചാ പോരെ? എവിടുന്ന് കിട്ടി ഇത് എന്ന് ചോദിച്ചാ പോരെ? ഇപ്പൊ ഫേസ്ബുക്കിന്റെ രാജാക്കന്മാർക്കും അതുപോലെ തന്നെ അതിന്റെ വലിയ വലിയ ആളുകൾക്കൊക്കെ നോട്ടീസ് അയച്ചിരിക്കുക, കാത്തിരിക്കുക ഇത് ഡിലേ ആക്കി കൊണ്ടുപോകാൻ വേണ്ടി. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇവിടെ മുസ്ലിം വർഗീയത താലോലിക്കുന്ന രൂപത്തിൽ ചെയ്യേണ്ടമെങ്കിൽ അത് ചെയ്യാൻ CPM തയ്യാറാണ്. ഹിന്ദു വർഗീയതയെ താലോലിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പാർട്ടിയിൽ ഒരു ചർച്ച ഉണ്ടായി, പൊതുജനങ്ങൾക്കിടയിൽ ഒക്കെ ഒരു ചർച്ച ഉണ്ടായി. ഇപ്പോ CIA എന്ന് പറയുന്ന സംവിധാനത്തെ അമിതമായി നമ്മൾ എടുത്ത് പ്രയോഗിച്ചത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഹിന്ദു വോട്ടുകൾ മറുഭാഗത്തേക്ക് പോയത് എന്നുള്ള ഒരു തോന്നൽ ഇപ്പൊ പിണറായിക്ക് ഉണ്ടാക്കിയപ്പോ ഇപ്പൊ ഹിന്ദു വർഗീയതയെ താലോലിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയാണ് കേരളം UDF വന്നാൽ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള രൂപത്തിൽ പറഞ്ഞല്ലോ. കുഞ്ഞുമാണിയും കുഞ്ഞൂഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും എന്ന് അതിന്റെ മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ട്? അവിടെ ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളാണ് UDFനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രചരണം. ഇപ്പോ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ ഹിന്ദു വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു മിഥ്യാധാരണ. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ മനുഷ്യന്മാര് ഈ ഗവൺമെന്റിനെതിരാണ്. ഇപ്പൊ ഞാനൊരു സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. എല്ലാ രംഗത്തും നികുതികൾ കൂട്ടി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി. ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാനൊരു പ്രത്യേകം കാര്യം പറയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വിവാഹമോചിതരായ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ സ്വർണവും അതുപോലെ പണവും ഒക്കെ ആ ഭർത്താവിന്റെ വീട്ടുകാർ പിടിച്ചു വെക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ വലിയ ഗീർവാണം മുഴക്കുന്ന ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത്തരം ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കോടതികളിൽ ഇതുപോലെ നമ്മുടെ ഒരു സ്ത്രീ, പാവപ്പെട്ട ഒരു സ്ത്രീ കുടുംബ കോടതിയിൽ അവരുടെ ഭർത്താവിന്റെ വീട്ടുകാർ പിടിച്ചുവച്ച അവരുടെ പിതാവോ മാതാവോ കുടുംബക്കാരോ അവൾക്ക് സംഭാവനയായി കൊടുത്ത സ്വർണവും പണവും കിട്ടാൻ വേണ്ടി കുടുംബ കോടതിയിൽ ഒരു സ്യൂട്ട് കൊടുത്താൽ പണ്ട് 50 റുപ്യ മതിയായിരുന്നു, 50 രൂപ.
അതിപ്പോ 20,000, 25,000, 50,000 അത് എത്രയാണോ നമ്മൾ സ്യൂ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കോടതി ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകൾ ഭർത്താവിന്റെ പീഡനത്തിന് വിധേയമായി ഭർത്തൃ വീട്ടിൽ നിന്നും മൃഗീയമായ ക്രൂരമായ പീഡനത്തിന് വിധേയമായി അവിടെ ജീവിക്കാൻ കഴിയാതെ അവരുടെ സ്വത്തും പണവും മുഴുവൻ ഭർത്താവിന്റെ വീട്ടുകാർ പിടിച്ചുവെച്ച് സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന സ്ത്രീക്ക് നിയമപരമായി അവളുടെ സ്വത്ത് നേടിയെടുക്കാൻ ഭീമമായ ഒരു തുക കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ്, പാവപ്പെട്ട ജനങ്ങൾക്കൊരു വീടെടുക്കാൻ എത്രയോ ഇരട്ടി ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ്, പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് 6-7 മാസം അത് കൊടുക്കാതെ അവർക്ക് മരുന്ന് വാങ്ങാൻ കഴിയാതെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട ആളുകളെ പീഡിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ്. ഇതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, എല്ലാ വിഭാഗ ആളുകളുണ്ട്. അവരാണ് ഈ ഗവൺമെന്റിനെതിരായി വോട്ട് ചെയ്തത്. ഞാൻ തിരികെത്താം. ഇടത്